ഇനി ഇവിടെ എന്തുണ്ടായി? ഇവിടെ തന്നെ ഇപ്പോ കുറെ ആയി ഗണന നടക്കുന്നു. എന്നാ കഴിഞ്ഞ പ്രസംഗം നടന്നപ്പോ ഇവിടുത്തെ SYS പ്രവർത്തകർക്ക് ഒരു കത്ത് കിട്ടി. ആ കത്തില് ആവശ്യപ്പെടുന്നത് എന്താണ്? ആവശ്യപ്പെടുന്നത് നിങ്ങൾ പരസ്പരം രണ്ട് പണ്ഡിതന്മാരും ഇരുന്ന് മതപരമായ ഇവിടെ തർക്കം നടക്കുന്ന വിഷയങ്ങളിൽ ഒരു സ്റ്റേജിൽ ഒരു സദസ്സിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് പരിഹാരം കാണണം. ഈ കത്ത് കൊടുത്തയച്ചത് ആരാണ്? ഈ കത്ത് കൊടുത്തയച്ചത് മുസ്ലിം സാംസ്കാരിക വേദി നാദാപുരം. ഇതിന് ചെയർമാൻ PB കുഞ്ഞബ്ദുള്ള ഹാജി, ഇതിന്റെ കൺവീനർ സൂബിക്കുട്ടി മാസ്റ്റർ, ഇതിന്റെ ട്രഷറർ ജമാൽ ഹാജി. ഈ കത്ത് കൊടുത്തയച്ചപ്പോൾ ഇവിടുത്തെ SYS പ്രവർത്തകർ അതിന് മറുപടി കൊടുത്തയച്ചു. ആ മറുപടി ഞാൻ നോക്കി വായിക്കാം. നിങ്ങൾ നൽകിയ കത്ത് കൈപ്പറ്റി പേരോടത്ത് റഹ്മാൻ സഖാഫിയും ഹുസൈൻ സലഫിയും തമ്മിൽ നടന്നു വരുന്ന സുന്നി മുജാഹിദ് വിവാദങ്ങൾ പ്രസ്തുത പണ്ഡിതന്മാരെ ഒരേ സ്റ്റേജിൽ അണിനിരത്തി സമാധാനപരമായ ചർച്ചയിലൂടെ യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി മുസ്ലിം ബഹുജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വേദിയും സൗകര്യങ്ങളും ഒരുക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളോട് സഹകരിക്കുമെന്ന് SYS നാദാപുരം മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നു. അള്ളാഹു സൽക്കർമ്മങ്ങൾക്ക് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രസിഡന്റ് SYS നാദാപുരം മേഖല, ജനറൽ സെക്രട്ടറി SYS നാദാപുരം മേഖല, പ്രസിഡന്റ് ഇസ്മായിൽ സഖാഫി, സെക്രട്ടറി ഹുസൈൻ കുന്നത്ത് വാനിലെ ഒപ്പിട്ട് കത്തു. അപ്പോൾ മറുവശത്തിനും അവർ ഇതുപോലെ കത്ത് കൊടുത്തിരുന്നു. ആ കത്തിന് മുജാഹിദുകൾ പ്രതികരിച്ചോ? ഞങ്ങൾക്കറിയില്ല, അവരെഴുതിയ ഞാൻ വായിക്കാം. ഞങ്ങൾക്കിപ്പോൾ അവര് ഒരു അഭിനന്ദന ലെറ്റർ തന്നു. ആ ലെറ്റർ കൂടി ഞാൻ വായിക്കാം. അതെന്താണ്? ടു സെക്രട്ടറി SYS മേഖലാ കമ്മിറ്റി നാദാപുരം. വിഷയം സുന്നി മുജാഹിദ് തർക്കം പൊതുവേദിയിൽ പരിഹരിക്കുന്നത് സംബന്ധിച്ച് എനിക്കാണ്ടോ റഫ്. ഞങ്ങളുടെ കത്ത് തീയതി 27/2/8, താങ്കളുടെ മറുപടി തീയതി 29/2/8. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഹുസൈൻ സലഫിയും തമ്മിൽ നാദാപുരം കേന്ദ്രീകരിച്ച് നടന്നുവരുന്ന തർക്കങ്ങൾ മുസ്ലിം ജനതയ്ക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാലും മറ്റു മതസ്ഥർക്കും നിയമപാലകർക്കും ഇതൊരു തലവേദനയായി മാറിയതിനാലും ഇതിനൊരു പരിഹാരം വേണമെന്ന നിർദ്ദേശം പല ഭാഗത്തു നിന്നുമുണ്ടായി. അങ്ങനെ നാദാപുരം മേഖലയിലും പുറത്തും അറിയപ്പെടുന്ന ഒരു പൊതുകാര്യ പ്രസക്തനും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിൽ ഒരാളുമായ വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യുകയും രണ്ട് വിഭാഗത്തെയും ഒരു പൊതുവേദിയിൽ ഒന്നിച്ചിരുത്തുന്നതിനെ പറ്റി സംസാരിക്കാൻ രണ്ട് വിഭാഗത്തെയും സമീപിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് SYS മേഖലാ കമ്മിറ്റിക്കും KNM മേഖലാ കമ്മിറ്റിക്കും ഞങ്ങൾ കത്തുകൾ നൽകിയത്. താങ്കളുടെ ഭാഗത്ത് നിന്ന് അനുകൂല പ്രതികരണം ഉടൻ തന്നെ രേഖാമൂലം കിട്ടിയതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ KNM നാദാപുരം മേഖലാ കമ്മിറ്റി ഞങ്ങളുടെ കത്തിനോട് ഇതുവരെയും പ്രതികരിച്ചില്ല. ഞങ്ങളുടെ പ്രവർത്തകരോട് പല ഒഴിവ് കഴിവും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുകയാണ് അവർ ചെയ്യുന്നത്. മാത്രമല്ല വീണ്ടും നാദാപുരത്ത് തന്നെ അവരത് ആവർത്തിക്കുകയാണ്. ഏതായാലും നാദാപുരത്തെ മുസ്ലിം ജനസമൂഹത്തിന്റെ ആശയാഭിലാഷങ്ങൾക്ക് മുമ്പിൽ അനുകൂല പ്രതികരണം കാഴ്ചവെച്ച താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇത് ഞങ്ങൾക്ക് അവർ തന്ന കത്താണ്. ഇത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ആരാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്? ആരാണ് ഇവിടെ തർക്കം ഭരിച്ചിടുന്നത്? ഞങ്ങൾക്ക് ഒരു വാശിയും ഇല്ല, ആരോടുമില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹ്, ആ അല്ലാഹുവിനെ സംബന്ധിച്ച് അവൻ കയറുന്നു ഇറങ്ങുന്നു, കയ്യും കാലുണ്ട്. മുമ്പ് രണ്ട് കൈ വലത്തു എടുത്തു, ഇനിയിപ്പോ വലത്ത് മാത്രം രണ്ടാണ്, എടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവിനെ ചീത്ത പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാണ്, അറബി പയ്യനാണ്, സാധാരണക്കാരനായ അറബി പയ്യനാണെന്ന് പറഞ്ഞാൽ, അബൂജഹൽ വിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് സുബ്ഹാനല്ലാഹ് വാഫക്കിത്തങ്ങളും പാണക്കാട് തങ്ങളും ഒക്കെ മാനസിക രോഗികളാണെന്ന് പറഞ്ഞാൽ, കണ്ണീർ ഉസ്താദും ഈക്ക ഉസ്താദും കീഴ ഉസ്താദും ഒക്കെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് ആരും ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ സഹോദരന്മാരെ. നിങ്ങൾ നിഷ്പക്ഷമായി നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു നോക്ക്, ആരാണ് കുറ്റക്കാർ? കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം, മുസ്ലിയാരെ അതെങ്ങനെയാ അള്ളാന്റെ സിഫത്തിനെ നിശ്ചയിച്ച